ഇവിടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് തേച്ച് മുളച്ച് പോയി. കുറേ ഉരുളക്കിഴങ്ങുണ്ട്. അതെ, ഇനിയിപ്പം നിലത്ത് നടാമെന്ന് വിചാരിക്കില്ല. അന്ന് വേഗൽ നടാന്ന് വെച്ചാൽ നല്ല ചകിരിച്ചോറില്ല. ചകിരിച്ചോറില്ലെങ്കിൽ നല്ല ചകിരിച്ചോറില്ലെങ്കിൽ കെട്ടുപോകും. അതുകൊണ്ട് ഞാനിത് തൽക്കാലം ഇത് നിലത്ത് നടാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വിത്ത് തേച്ച് മുളച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് വെറുതെ ചാടാൻ കഴിയില്ലല്ലോ. ഇത് കണ്ട, ഇത്രയും വിത്തുണ്ട്. ഇത് അത്രയും ചാടാൻ കഴിയുക. അതുകൊണ്ട് ഞാൻ നിലത്ത് കിളച്ചിട്ട് നടാനാണ് പോകുന്നത്. ഇതിപ്പം കണ്ടില്ലേ, ഇതിപ്പം ഞാനിവിടെ കിളച്ചിടട്ടെ. കിളച്ചിട്ട് കുറച്ച് കിളച്ച് ബാക്കി നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം കിളക്കുന്നത്. കണ്ട, അത്രയും വിത്തുണ്ട്. നേരം അത് കിളക്കാൻ സ്ഥലം വേണ്ടേ. അപ്പോൾ അത്രയും നടന്നെങ്കിൽ അത്ര ചകരിച്ചോറ് എൻ്റെ കയ്യിലില്ല. ഒരു കട്ടയേ ഉള്ളൂ. ഒരു കട്ട ഉണ്ടാകുമ്പോൾ ഇത് അത്രയും മതിയാവില്ല. അതുകൊണ്ട് തൽക്കാലം നിലത്ത് നട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല വളമെല്ലാം ഇട്ട് കൊടുത്ത് നല്ല പണിയെടുക്കാം. ഇപ്പം തൽക്കാലം കുറച്ച് കമ്പോസ്റ്റ് വളം, കുറച്ച് ചാരവും മാത്രമേ ഇടുന്നില്ല. കുറച്ച് തോലും, ഈ അടിയിലെ വയക്കിയ തോലുണ്ട് ഇടാം. ഈ പച്ചക്കറിക്ക് വയക്കിയ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. വേറെ ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. തോല് വരാൻ പോയിച്ചാൽ സമയമില്ല. സീമക്കൊന്നുണ്ട്, അത് ശേഷം പൊട്ടിച്ച് കൊടുക്കാം. കുറച്ച് സീമക്കൊന്നുണ്ട്, അത് കുറച്ച് പൊട്ടിച്ച് വെക്കാം. അതും ഇവിടെ തന്നെയുണ്ട്. മഴയുണ്ട് വരുന്നത്. അതിലിടയ്ക്ക് ഇത് നട്ടു ഇടാൻ പറ്റും. മഴ പെയ്താൽ ഈ ചളിയായിപ്പോവും. ചളിയായാൽ കെട്ടുപോവും. അതിന് വേണ്ടിയിട്ട് ഇത് പൊന്തിച്ച് വെച്ചാൽ നട്ടിട്ട് ഒരു ദിവസം വെള്ളം ആരി കിട്ടണം. അതാണ്. ഉണ്ടല്ലേ, ഇതേപോലെ കളിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ആണിയാക്കിയിട്ട് വേണം ആ പുല്ല് വാരിയിലിട്ടിട്ട് കൊത്തി കയറ്റണം. ഉണ്ടല്ലേ, ഇതേപോലെ ഇത്രയും ഉരുളക്കിഴങ്ങുണ്ട്. തെച്ചും മുളച്ച് പോയി. 2 പ്രാവശ്യം കൊണ്ട് തെച്ചും മുളയാണ്. ആ മുള കൊണ്ടിട്ട് വെക്കാൻ കഴിയില്ല. പരമാവധി വെച്ചു. എന്നിട്ടാണിപ്പം ഇങ്ങോട്ട് ചെരുവാ. ഉണ്ടല്ലേ, ഇത് എങ്ങോട്ട് ചെരുവാ, അങ്ങോട്ട് പൊന്തും. ഇപ്പോൾ വെള്ളം നിൽക്കും. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ പോയിക്കോട്ടെ. ഉണ്ടല്ലേ, ഇതുപോലെ കിളച്ച് ഇനി ഞാനൊരു ആണി വലിക്കട്ടെ. ഇതിങ്ങനെ വലിച്ചിട്ട് ആണി വലിക്കട്ടെ. അപ്പം കണ്ടില്ലേ, ഇതേപോലെ വലിക്കട്ടെ. മണ്ണ് ഇതിൻ്റെ അകത്ത് തോലിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആണി വലിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ തന്നെ നട്ടാൽ മതി. പക്ഷെ അത് പോരല്ല, കുറച്ച് ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് നട്ടിട്ട് കാണിച്ചു തരാം. അല്ല, നടാനാക്കിയിട്ട് കാണിച്ചു തരാം. അതിന് ഒരുപാടായിപ്പോവും. ഹൈമാവ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്നാ വെച്ചാൽ ഇതിപ്പോൾ ഇത് തുറന്ന് ഇതിനകത്ത് കുറച്ച് കാട് വാരിയിട്ടു. കണ്ടില്ലേ, കാട് വാരിയിട്ടു. ആ കാടല്ല. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ കാട് കണ്ട, ഈ കാടിങ്ങനെ ഞാൻ വാരിയിട്ടു. ഇവിടെ നിരത്തിയിട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കമ്പോസ്റ്റ് വളം ഇടുന്നു. അത് കുറച്ച് ജീർണം ജാസ്തി ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ മേലെ ഇടാതെ മേലെ സീമക്കൊന്ന് വെക്കാമെന്ന് വെച്ചത്. ഇതേപോലെ കുറച്ച് കമ്പോസ്റ്റ് വളം. കമ്പോസ്റ്റ് ഉണങ്ങിയിട്ടില്ല ശരിക്കും, മഴ നിൽക്കാതെ കൊണ്ട് ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ടിപ്പം അതാണ് ഞാനിപ്പം വാരി ഇടുന്നത്. ഉണ്ടല്ലേ, എന്നാലും ഇപ്പം തൽക്കാലം ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചില്ല. വളം ഇല്ലാണ്ട് നടുന്നതിൽ ഭേദമല്ലേ. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ വാരിയിട്ടത്. ഉണ്ടല്ലേ, ഇതേപോലെ തേച്ചു ഞാൻ ഇവിടെ വാരിയിട്ടു. ഇനിയിപ്പോൾ അടയിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ കുറച്ച് ഈ പോട്ടയും മിക്സ് ചെയ്തുകൊണ്ടല്ലോ ഇവിടെ ഈ നട്ടേൻ്റെ ഇതും കൂടി കുറേശ്ശെ വാരിയിട്ടെ. നല്ല ഇളക്കം കിട്ടും. ഈ പോട്ടയും മിക്സ് ചെയ്ത് ഇതും കൂടി വാരിയിട്ടെ. എന്നിട്ട് വേണം കുറച്ച് ചാരവും കൂടി വാരിയിടാം. ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറാകും. അതിന് ശേഷം ഞാനിപ്പോൾ ഈ സീമക്കൊന്നയാണ് ചാരമാണ് വെക്കാൻ പോകും. ചാരം ഇടട്ടെ. ഈ ചാരവും കൂടി ഇട്ടിട്ട് കണ്ടില്ലേ, ഈ ചാരം
ഉണ്ടല്ലേ ഇതേപോലെ കുറച്ച് ചാരവും കൂടി ഇട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്താണെന്ന് വെച്ചാൽ ഈ വളവും ഇതെല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ കാടിട്ടു. ഇനിയിപ്പോൾ നമ്മളിതിപ്പോൾ പിന്നെ ചളി ആവാതെ കൊണ്ട് പൊങ്ങി കിടക്കണം. എന്നിട്ട് വേണം കുറച്ച് കോരി മൂടിയിട്ട് വേണം അതിൻ്റെ മേലെ കൂടി നട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊങ്ങിക്കിടന്നിട്ടില്ലെങ്കിൽ ഈ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇത് കെട്ടുപോകും, പിന്നെ നമുക്ക് ചേച്ച് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ സീമക്കൊന്ന വെക്കട്ടെ. ഇതാ സീമക്കൊന്ന ഇട്ടാൽ കുറച്ച് സമാധാനം, അതുകൊണ്ടാണ് ഞാൻ സീമക്കൊന്ന വെക്കുന്നത്. കണ്ടില്ലേ ഇതേപോലെ സീമക്കൊന്ന കണ്ടില്ലേ ഇതേപോലെ വെക്കുക. ഈ സീമക്കൊന്ന വെച്ച് കഴിഞ്ഞാലെന്ന് വെച്ചാൽ കുറച്ച് അണുക്കളെല്ലാം പോകും. അതേപോലെ ഈ ചാരവും അണുക്കളെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ്. ചാരം പോകും, അണുക്കൾ പോകാൻ വേണ്ടിയിട്ട്. അതിനാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇടാ. മാത്രമല്ല ഈ കാട് തേക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. ഇടാ ഇതേപോലെ ഇത് വെച്ച് കൊടുത്തു, ഇതേപോലെ ഇവിടെ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇനി കുറച്ച് കോരി മൂടട്ടെ. കുറച്ച് മണ്ണ് കോരി മൂടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉയരം വന്നിട്ട് വേണം ഇതിനകത്ത് നട്ടു കൊടുക്കാൻ. വേണ്ട ഇത് കുറച്ച് കോരി മൂടട്ടെ. രണ്ട് ഭാഗത്തുനിന്നും കുറച്ച് കോരി മൂടിയിട്ട് നമ്മൾ നട്ടു കൊടുക്കണം ഉരുളക്കിഴങ്ങ്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ അടിയിലോട്ടായിപ്പോയാൽ പിന്നെ എന്താ വെച്ചാൽ അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം നനവ് കൂടുതലാണ്, മഴയില്ലല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയേക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് അത് കൊത്തി മൂടുക. ഉണ്ടല്ലേ ഇതേപോലെ ഞാൻ തേച്ച് മൂടട്ടെ. മൂടിയിട്ടൊക്കെ നമ്മൾ കാണിക്കാം. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കോരി മൂടി ഇത് കണ്ടല്ലോ, ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ മേലെയാണ് തോലും ആദ്യം അടിയിൽ കാടിട്ടു, അതിൻ്റെ മേലെ വളവും പിന്നെ ഇപ്പോൾ കുറച്ച് പോട്ടിയും മിശ്രിതം കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം പിന്നെ സീമക്കൊന്നേനെ തോല് വെച്ചു. അതിന് ശേഷമാണ് ഈ മണ്ണ് കൊത്തി മൂടുന്നത്. കണ്ട ഇതേപോലെ. ഇനിയിപ്പം ഇതിൻ്റെ മേലെ ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം. കണ്ട അതിൻ്റെ മേലെ നട്ടു കൊടുത്താലേ ശരിയാവുമല്ലോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ ചീഞ്ഞു പോകും. അടിയിലോട്ടാകുമ്പോൾ ആ നനവ് കൊണ്ട് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇത് ഇടിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ ഇതേപോലെ വെച്ച് കൊടുക്കട്ടെ. കണ്ടില്ലേ ഇതേപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് മൂട മാത്രം, കുറച്ച് മേലെ അധികം അടിയിൽ വെക്കണ്ട, എന്നാലും കുറച്ച് മൂടുകയും വേണം. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ തെറിച്ച് പോവും, മണ്ണെല്ലാം തെറിച്ച് പോവും. അന്നേരം നമുക്ക് കുറച്ച് ആക്കി കൊടുക്കാം മഴ പെയ്യുമ്പോൾ. എന്നാലും തൽക്കാലം നട്ടു കൊടുക്കാം. ഈ നട്ടു കൊടുക്കാൻ ഞാനുണ്ടല്ലോ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ഇങ്ങനെ കണ്ട ഇപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിത് നന്നായി കിട്ടിയെങ്കിൽ ആ നമ്മളെ ഭാഗ്യമായില്ലേ. അത് വെച്ചാൽ ഇത് പോയിപ്പോന്നായിട്ടാണ്, ഇത് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഈ വിത്ത് ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇത് നടൂല. ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ നടൂ. എന്നുവെച്ചാൽ ഈ മഴയ്ക്ക് ഉരുളക്കിഴങ്ങിനെല്ലാം ചെറിയ കാരണമേ ഉണ്ടു പോവാൻ. ബാക്കി ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ ഇതെല്ലാം ചെറിയ സംഭവം ഉണ്ടായാൽ അവർ പണി തീർത്ത് കളി. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് വൈകാൻ കാരണം, ഇത്രയും മുളക്കാൻ കാരണം. പിന്നെ ഏതായാലും ഇനി ഇങ്ങനെ നടാന്ന് വിചാരിച്ചിട്ടാണ്. ബാഗിൽ നട്ടാലും വെള്ളം നിൽക്കും. പിന്നെ നനച്ച് മഴ നനയാതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് അതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളം നനക്കാൻ മറന്നു, ഇപ്പോഴത്തെ കാലമല്ലേ, നന്നാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നട്ടിട്ടില്ല. കണ്ടല്ലോ ഇതേപോലെ നട്ടു കൊടുത്തു. ഇപ്പം നട്ടു. എനിക്കിത് കാണിച്ചു തരാം. ഇതുപോലെ ഉള്ളിൽ മൂടി ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് നട്ടിട്ടുള്ളത്. കണ്ട ഇത് കണ്ട ഇതേപോലെ നട്ടിട്ടുണ്ട്. കണ്ട ഇത്ര പോരെ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മേലോട്ടുള്ള വഴി. അവിടെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ഇല്ലാത്ത ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം.